ഹായ് ഓൾ, വരാനിരിക്കുന്ന ഇലക്ട്രിക്കൽ കേരള PSC എക്സാമുകളായിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഈ പരീക്ഷയ്ക്കൊക്കെ തന്നെ വരുന്ന ഒരു കോമൺ സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A 10-bit DAC has a step size of 10 millivolt. What is its full-scale output voltage and the percentage resolution? നമുക്ക് സിലബസിൽ പറയുന്ന ഒരു ടോപ്പിക് ആണ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പൊ അവിടെ നിന്നുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ് എന്നിന്റെ വാല്യൂ ആണ് 10 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ സ്റ്റെപ്പ് സൈസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 മില്ലി വോൾട്ട് ആണ്. ദാറ്റ് ഈസ് 10 × 10⁻³ മില്ലി വോൾട്ട് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജും പെർസെന്റേജ് റെസൊല്യൂഷനും കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ദ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 2⁻n - 1 ദിസ് വാല്യൂ ഇൻറ്റു സ്റ്റെപ്പ് സൈസ്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബിറ്റ് ആണ്. സോ 2⁻10 - 1 this value into ഇവിടുത്തെ സ്റ്റെപ്പ് സൈസ് എത്രയാണ്? 10 × 10⁻³ ആണ്. അപ്പൊ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടും 2⁻10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1024 ആണ്. ദാറ്റ് വാല്യൂ -1 ചെയ്യാൻ മറക്കരുത്. കാരണം അത് 1 ചെയ്തില്ലെങ്കിൽ ഉള്ള വാല്യൂസ് ഇവിടെ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് ടേം ഇൻറ്റു 10 × 10⁻³ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.23 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താണ്? പെർസെന്റേജ് റെസൊല്യൂഷൻ കാണണം. സോ പെർസെന്റേജ് റെസൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ നമ്മുടെ ഫുൾ സ്കെയിൽ വോൾട്ടേജ്, ഓക്കെ, ദാറ്റ് ഫുൾ സ്കെയിൽ വോൾട്ടേജ്, ദാറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2⁻n - 1. ഓക്കെ, 2⁻n - 1 ദിസ് ടേം ഇൻറ്റു 100. ഇതായിരിക്കും നമ്മുടെ പെർസെന്റേജ് റെസൊല്യൂഷൻ കാണാനുള്ള എക്സ്പ്രഷൻ. നമുക്ക് 10.23 ആണ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടിയിട്ടുള്ളത്. സോ 10.23 ഡിവൈഡഡ് ബൈ 2⁻n. 2⁻n എന്ന് പറഞ്ഞാൽ 2⁻10 ആണ്. ദാറ്റ് ഈസ് 1024 - 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1023 ആണ്. ദാറ്റ് വാല്യൂ ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ അല്ലെങ്കിൽ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 1% ആണ്. സോ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി, 10.23 വോൾട്ട് full scale output voltage and 1% resolution. Next question. The 8-bit DAC produces 1 volt for a digital input of 00110010. What is the largest output it can produce? ഇവിടെയും ഒരു സിമിലർ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എത്രയാണോ നമ്മുടെ റെസൊല്യൂഷൻ, ദാറ്റ് വാല്യൂ ഇൻറ്റു ഇതുപോലെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഡെസിമൽ ഇക്വലന്റ് ടേം. ഓക്കെ, ആ ഡെസിമൽ ഇക്വലന്റ് ടേമും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എക്സാക്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി റെസൊല്യൂഷൻ കാണാനായിട്ട് R ഈസ് ഈക്വൽ ടു നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്രയാണോ നമ്മുടെ ഫുൾ സ്കെയിൽ വോൾട്ടേജ്, ദാറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2⁻n - 1. ഓക്കെ, ഇതാണ് നമ്മുടെ റെസൊല്യൂഷൻ കാണാനുള്ള എക്സ്പ്രഷൻ. അപ്പോ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് DAC വിൽ പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട് അല്ലെ, അതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പൊ നമുക്ക് ഈ V ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ അല്ലെങ്കിൽ V ഔട്ടിന്റെ വാല്യൂ നമുക്ക് എത്രയാണെന്നറിയാം? 1 ആണെന്നറിയാം. ഓക്കെ, അപ്പൊ റെസൊല്യൂഷൻ നമുക്ക് എന്താണ്? എക്സ്പ്രഷൻ VFS ഡിവൈഡഡ് ബൈ 2⁻n - 1 യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാർജസ്റ്റ് ഔട്ട്പുട്ട് അതായിരിക്കും നമ്മുടെ ഫുൾ സ്കെയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് VFS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു എക്സ്പ്രഷനിലോട്ട് നമുക്ക് അറിയാവുന്ന വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ VFS ഡിവൈഡഡ് ബൈ 8 ബിറ്റ് ആണ്. സോ 2⁸ - 1. 2⁸ എന്ന് പറഞ്ഞാൽ 256 ആണ്. ദാറ്റ് വാല്യൂ -1 എന്ന് പറയുമ്പോൾ 255. സോ VFS ഡിവൈഡഡ് ബൈ 155. ഇനി നമ്മുടെ ഡെസിമൽ ഇക്വലന്റ് വാല്യൂ എത്രയാണ്? 00110010 ആണ് അല്ലെ. സോ ഓരോന്നിന്റെ പൊസിഷണൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇതിനൊരു എന്താണ് ഇതിന്റെ ഡിജിറ്റൽ ഇക്വലന്റ് വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ബൈനറി നമ്പറിന്റെ. സോ ദിസ് ഇസ് 1 2 4 8 16 32 ഇതാണ് അല്ലെ. അപ്പം ഈ 1 വരുന്ന വാല്യൂസ് വരുന്ന സ്ഥലത്തെ പൊസിഷണൽ വാല്യൂസ് ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 32 + 16 +
2. എത്ര വരും? 6 plus 2 8 plus 2 10 0 then 50 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിന്റെ ഇക്വലന്റ് ബൈനറി ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആറിന് പകരം നമുക്ക് VFS ഡിവൈഡഡ് ബൈ 255 ഇൻറ്റു ദ ഡെസിമൽ ഇക്വലന്റ് വാല്യൂ എത്രയാണ്? 50 ആണ്. ഇനി നമുക്ക് ഈ ഫുൾ സ്കെയിൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ എക്സ്പ്രഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. ദ ഫുൾ സ്കെയിൽ ഓർ ദ ലാർജസ്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. VFS is equal to 255 divided by 50. ആൻസർ എന്ന് പറയുന്നത് 5.10 വോൾട്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question. A 12-bit ADC is operating with 1 microsecond clock period and the total conversion time is seen to be 14 microsecond. The ADC must be off. അപ്പൊ അനലോഗ്സ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ നമ്മൾ പല ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? ഫ്ലാഷ് ടൈപ്പ് ഉണ്ട്, കൗണ്ടിങ് ടൈപ്പ് ഉണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ റെസിസ്റ്റർ ടൈപ്പ്, അതാണ് SAR ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഡ്വൽ സ്ലോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്കിവിടെ ഈ ഒരു കൺവേർഷൻ ടൈം, ടോട്ടൽ ഇത്രയും കൺവേർഷൻ ടൈം എടുക്കുന്നത് ഇതിൽ ഏതിനായിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു 4 ടൈപ്പ് ഓഫ് ADC ഉണ്ടെങ്കിൽ ഈ 4 ടൈപ്പ് ഓഫ് ADCക്കും അതിന്റെ കൺവേർഷൻ ടൈമിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു റിലേഷൻ ഒന്ന് നോക്കാം. ഇപ്പൊ ഇതൊരു കൗണ്ടർ ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സപ്പോസ് അവിടുത്തെ കൺവേർഷൻ ടൈം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ 2n-1 ഇൻറ്റു എന്താണോ അവിടുത്തെ ക്ലോക്കിന്റെ ടൈം പീരീഡ് അത്. ഇനി ഫ്ലാഷ് ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ടൈപ്പിന്റെ എത്രയാണോ അതിന്റെ ക്ലോക്കിന്റെ ടൈം പറയുന്നത് അത് തന്നെയായിരിക്കും അതിന്റെ കൺവേർഷൻ ടൈം എന്ന് പറയുന്നത്. ഇനി ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ ടൈപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എത്രയാണ് അവിടെ നമ്പർ ഓഫ് ബിറ്റ്സ് പറയുന്നത്, ദാറ്റ് വാല്യൂ ഇൻറ്റു ടി ക്ലോക്ക് ആണ്. ഓക്കെ, ഇനി ഇവിടുത്തെ കേസിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് എത്രയാണ്? 1 മൈക്രോ സെക്കൻഡ് ആണ്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് എന്തെടുക്കുന്നുണ്ട്? ഒരു 1 മൈക്രോ സെക്കൻഡ് എടുക്കും. അതുപോലെ ഇതിന്റെ കൺവേർഷൻ നടക്കുന്ന ടൈമിൽ, അതായത് n ബിറ്റ്സ് ഉണ്ട് അല്ലെ, ആ n ബിറ്റും കൺവേർട്ട് ചെയ്തെടുക്കണം. സോ ആ കൺവേർഷൻ ടൈമിൽ ഇത് എടുക്കുന്നത് അപ്പൊ എത്രമാത്രമായിരിക്കും സമയം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 12 ബിറ്റ്സ് ഉള്ളത് കൊണ്ട് n ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ഇൻറ്റു ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്നത് 1 മൈക്രോ സെക്കൻഡ്. സോ 1 മൈക്രോ സെക്കൻഡ്. ഇനി ഈ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യാൻ എടുക്കുന്ന സമയം, സോ എൻഡിങ്ങിന് വേണ്ടി എടുക്കുന്നത് അഗെയിൻ ഒരു 1 മൈക്രോ സെക്കൻഡ് ആണ്. ഇത് കൺവേർഷൻ ടൈമിൽ മാത്രമാണ് അവിടുത്തെ ആ ബിറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ വരുന്ന കൺവേർഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 12 ബിറ്റ് ഉള്ളത് കൊണ്ട് 12 ഇൻറ്റു 1 മൈക്രോ സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈക്രോ സെക്കൻഡ് പ്ലസ് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരു 1 മൈക്രോ സെക്കൻഡ് ഉണ്ട്. സോ ദാറ്റ് വാല്യൂ ആഡ് ചെയ്യുക. അതിന് എൻഡിങ് ടൈമിലും വീണ്ടും ഒരു 1 മൈക്രോ സെക്കൻഡ് എടുക്കും. സോ എത്ര വരും? 14 മൈക്രോ സെക്കൻഡ് എടുക്കും. അതായത് നമ്മുടെ ഒരു സക്സസീവ് അപ്രോക്സിമേഷൻ റെസിസ്റ്റർ ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ADC എന്ന് പറയുന്നത് ഈ ടൈപ്പ് ആണെങ്കിലായിരിക്കും ഈ തന്നിരിക്കുന്ന ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്തെടുക്കാൻ സാധ്യത? കൺവേർഷൻ ടൈമിന് വേണ്ടി എടുക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രേ കോഡ് ഫോർ നമ്പർ 7. അപ്പൊ ഗ്രേ കോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? ബൈനറി ഇക്വലന്റ് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു 4 ബിറ്റിലോട്ട് ഇത് റെപ്രസെന്റ് ചെയ്തെടുക്കാം. സോ ഇത് 0 1 1 1 ഇതാണ് എന്ത്? 7ന്റെ ബൈനറി വാല്യൂ. ഇനി നമുക്ക് ഇവിടുത്തെ ഗ്രേ കോഡ് കണ്ടുപിടിക്കണം അല്ലെ. സോ ഗ്രേ കോഡ് കണ്ടുപിടിക്കാനായിട്ട് ഈ MSBയിൽ ഇരിക്കുന്ന പൊസിഷൻ അതേപടി എടുത്ത് എഴുതുക. ദാറ്റ് ഈസ് 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ പൊസിഷനിന്റെയും XOR കണ്ടുപിടിക്കണം. അപ്പൊ XOR നമ്മളൊന്ന് റിസൾട്ട് ഒന്ന് എഴുതിയിട്ടേക്കാം. 0യും 0യും ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇൻപുട്ട് 1 ഇതാണ് ആൻഡ് ഇൻപുട്ട് 2 എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ 0 0 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 1 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 0 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ആൻഡ് 1 1 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ എന്ത് ചെയ്യുക? ഈ ബിറ്റിനെയും, അതായത് നമ്മളിപ്പോ ഒരു താഴോട്ട് ഇറക്കി എഴുതിയ ആ ബിറ്റിനെ MSBനെയും തൊട്ടടുത്ത് വരുന്ന ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? XOR ചെയ്യുക. സോ 0 1ന്റെ XOR എന്തായിരിക്കും? ദാറ്റ് ഈസ് 1. ഇനി എന്ത് ചെയ്യുക? ആ രണ്ടാം നമ്മൾ എടുത്ത ബിറ്റും അതിന്റെ തൊട്ടടുത്ത് വരുന്ന ബിറ്റിന്റെയും XOR ചെയ്യുക. സോ 1ഉം 1ഉം തമ്മിലുള്ള XOR എന്തായിരിക്കും? 0 ആയിരിക്കും.
ഇനി എന്ത് ചെയ്യുക, എഗെയിൻ ലാസ്റ്റ് ബിറ്റും തൊട്ട് മുമ്പത്തെ ബിറ്റും തമ്മിൽ നമ്മൾ എക്സോർ ചെയ്യുക, ദാറ്റ് ഇസ് 1 ഉം 1 ഉം. സോ അതിന്റെയും വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഗ്രേ കോഡ് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ആ MSB ബിറ്റ് അതേപടി എടുത്ത് എഴുതുക, പിന്നെ അടുത്തടുത്ത് വരുന്ന രണ്ട് ബിറ്റ് വീതം നമ്മൾ എക്സോർ ചെയ്ത് ആൻസർ എഴുതുക. അപ്പൊ ഇവിടെ 7ന്റെ ഇക്വലന്റ് ആയിട്ട് വരുന്ന ഗ്രേ കോഡ് എത്രയായിരിക്കും, ഓപ്ഷൻ ഡി 0100 എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫുൾ ആഡർ ഹാസ്, അപ്പൊ നമ്മൾ ഫുൾ ആഡർ ഉണ്ട്, ഹാഫ് ആഡർ ഉണ്ട്. അതിനകത്ത് ഒരു ഫുൾ ആഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഫുൾ ആഡറിനകത്ത് എത്ര ഇൻപുട്ട് നമ്മൾക്ക് കൊടുക്കാം, അതുപോലെ എത്ര ഔട്ട്പുട്ട്സ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഒരു ഫുൾ ആഡർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആഡറിനകത്ത് 3 ബിറ്റ് അഡീഷൻ അല്ലെങ്കിൽ 3 ബിറ്റ്സ് ആയിരിക്കും നമ്മൾ അവിടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 3 ബിറ്റ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ എന്തായിരിക്കും, ഒരു ബിറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സമ്മിനെ കാണിക്കുന്നതും നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാരീനെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നെറ്റ് എഫക്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഫുൾ ആഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫുൾ ആഡറിനകത്ത് നമുക്ക് 3 ഇൻപുട്സ് കൊടുക്കാം. ABC 3 ബിറ്റുകളായിരിക്കും ഇൻപുട്ട് ആയിട്ട് വരിക. ഔട്ട്പുട്ട് എത്രയായിരിക്കും, സമ്മും ക്യാരിയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് 2 ഔട്ട്പുട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും, 3 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ഇത് തന്നെ ഒരു ഹാഫ് ആഡർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാഫ് ആഡറിലോട്ട് നമുക്ക് വരുന്നത് എഗെയിൻ 2 ഇൻപുട്ട് ഉണ്ടാവും, AB. ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇവിടെ പറഞ്ഞതുപോലെ സമ്മും ക്യാരിയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് 2 ഔട്ട്പുട്ട് ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹാഫ് ആഡർ ക്യാൻ ബി constructed using 2 input logics. One of them is AND gate and the other is. നമുക്കൊരു ഹാഫ് ആഡറിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു എക്സോർ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു എക്സോർ യൂസ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഹാഫ് ആഡറിനെ എങ്ങനെ ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാണ്, ആൻഡ് ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, പിന്നെ നമുക്ക് എന്ത് വേണം, ഒരു എക്സോർ നമുക്ക് വേണം. ഇനി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ആഡർ ആണെങ്കിൽ ഫുൾ ആഡർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് 2 എക്സോർ വേണം. ഓക്കെ, 2 എക്സോർ വേണം, അതുപോലെ 2 ആൻഡ് വേണം, പിന്നെ ഒരു ഓർ വേണം. ഓക്കെ, അപ്പോ 2 എക്സോറും 2 ആൻഡും ഒരു ഓറും ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഫുൾ ആഡർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയാണ് കുറച്ച് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.